ബി.ജെ.പി. നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ദിനം ആഘോഷഭരിതമാക്കി പ്രവർത്തകർ. 30 ലക്ഷം ജനങ്ങളുടെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ. നിയമസഭയ്ക്ക് അകത്തും പുറത്തും പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാനുമായി 3 എം.എൽ.എമാർ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നാളെ നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി ബി ഗോപകുമാർ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൊറാർജി ഭവനിലും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും നിയമസഭാ കവാടത്തിന് മുന്നിലും പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് നിയമസഭയിലേക്ക് എം.എൽ.എമാർ പ്രവേശിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ദിനത്തെ ആഘോഷമാക്കി നിരവധി ബി.ജെ.പി. പ്രവർത്തകരാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. 30 ലക്ഷം ജനങ്ങളുടെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭയ്ക്ക് അകത്തും പുറത്തും പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കുവാനും വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുവാനുമായാണ് ബി.ജെ.പിയുടെ 3 എം.എൽ.എമാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നാളെ നടക്കുന്ന സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി ബി ഗോപകുമാർ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് 3 എം.എൽ.എമാർ നിയമസഭയിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നു. അത് ഞങ്ങൾക്ക് എത്രയോ കൊല്ലമായി പാർട്ടിൻ്റെയും മുന്നണിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ട് ജനങ്ങളുടെ 30 ലക്ഷം ജനങ്ങളുടെ പിന്തുണയുടെ ഒരു ഫലമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇന്നു മുതൽ അസംബ്ലിൻ്റെ ഉള്ളിലും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാനാണ് ഈ 3 എം.എൽ.എമാർ ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. കഴക്കൂട്ടം എം.എൽ.എ വി മുരളീധരന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി നടന്ന വാഹന റാലിയിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും സംഘപരിവാർ പ്രവർത്തകരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള പ്രയത്നമെന്ന് വി മുരളീധരൻ വ്യക്തമാക്കി. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും അവരുടെ ജീവൻ നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണിത്. അവരുടെ സ്മരണകൾക്ക് മുന്നിൽ ഞാൻ ആദ്യമായിട്ട് ശിരസ് നമിക്കുന്നു. അതോടൊപ്പം അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഞങ്ങൾക്ക് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തും പുറത്തും ചെയ്യാനുള്ളത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് നിയമസഭാംഗങ്ങളായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ബി.ജെ.പിയുടെ 3 ജനപ്രതിനിധികളിൽ നിന്ന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കേരളം ഭരിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിലുള്ളതെന്ന് ചത്തന്നൂർ എം.എൽ.എ ബി ഗോപകുമാർ കൂട്ടിച്ചേർത്തു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കേരള നിയമസഭ ഭരിക്കുക എന്ന വലിയ ഉത്തരവാദിത്വവും വലിയ ലക്ഷ്യവുമാണ് പാർട്ടിക്ക് മുന്നിലുള്ളത്. ആ ദിവസത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഏത് സംസ്ഥാനം ഇന്ന് നോക്കിയാൽ ബംഗാൾ അടക്കം 3 നിന്ന് തുടങ്ങി സംസ്ഥാന ഭരണത്തിലേക്ക് ജനക്ഷേമകരമായ നരേന്ദ്രമോദിയുടെ ശബ്ദമായി കേരള നിയമസഭയിൽ മാറുമ്പോൾ അത് ജനങ്ങൾക്കുള്ള വലിയ വിശ്വാസം ആർജിക്കാൻ കഴിയും, ജനങ്ങളുടെ വലിയ പിന്തുണ ആർജിക്കാൻ കഴിയും. അതിലൂടെ ബി.ജെ.പി. നരേന്ദ്രമോദിയുടെ പ്രതിനിധി കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അതിവേഗം കേരളം മാറും. മൊറാർജി ഭവനിലെ ദീൻദയാൽ ഉപാധ്യായയുടെയും ശ്യാമപ്രസാദ് മുഖർജിയുടെയും പ്രതിമകൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ബി.ജെ.പി. എം.എൽ.എമാർ കാൽനടയായാണ് പ്രവർത്തകർക്കൊപ്പം നിയമസഭയിലേക്ക് പ്രവേശിച്ചത്. നിയമസഭാ കവാടത്തിന് മുന്നിലെ മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെയും പ്രതിമയ്ക്ക് മുന്നിലും പുഷ്പാർച്ചന അർപ്പിച്ചതിനു ശേഷമാണ് നിയമസഭയ്ക്കുള്ളിലേക്ക് എം.എൽ.എമാർ പ്രവേശിച്ചത്. ജനം, തിരുവനന്തപുരം.